ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഓണസദ്യ വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് ഓണസദ്യ ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇഞ്ചി വട്ടത്തിലരിഞ്ഞതും ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ആദ്യം നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഞാൻ ഇഞ്ചി വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയൊക്കെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇഞ്ചി കൂടി ഇടാം. അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ഉള്ളി കൂടി വറുത്തെടുക്കാം. ഈ ചെറിയ ഉള്ളി വറുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുളിയൊക്കെ ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വറുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാം. കടുക് വറുത്തിട്ട് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായമാണ്. അപ്പോൾ ഒരു നല്ല മണമൊക്കെ കിട്ടും. അതിനുശേഷം വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വെളുത്തുള്ളിയൊക്കെ മൂക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടാം. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഈ പൊടിവകകളെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയുടെ പൗഡറും നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഇഞ്ചി പൊടിച്ചതാണ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തത്. അതിനുശേഷമാണ് ഉള്ളി പൊടിച്ചതിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി എടുത്ത് കൊടുക്കാം. ഞാൻ ഈ പുളിവെള്ളം വേറൊരു സ്റ്റീൽ പാത്രത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ പൊടിയെല്ലാം ഈ സ്റ്റീൽ പാത്രത്തിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തിളപ്പിക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ എരിയും പുളിയും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടും. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനിവിടെ കോക്കനട്ട് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ പഞ്ചസാര ഇടാവുന്നതാണ്. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഇനി മത്തങ്ങ വെച്ചിട്ടൊരു ഓലൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് വൻപയറും കുറച്ച് വെളുത്തുള്ളിയും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ശകലം ഉപ്പ് കൂടി ചേർക്കണം. നേരത്തെ ഞാൻ വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വിസിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മത്തങ്ങ കൂടി ഇട്ട് ഒരു വിസിലടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം ഒന്ന് വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മത്തങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ മത്തങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഓലനിലോട്ട് കടുക് വറുത്തിടുകയാണ്. അപ്പോൾ ഇനി കടുക് താളിച്ചത് നമുക്ക് ഓലനിലോട്ട് ഇട്ട് കൊടുക്കാം. കടുക് താളിച്ചത് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. അടുത്തതിന് നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള തുമരയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കായവും ഇട്ടൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടി ഇട്ട് ഒരു 2 വിസിൽ വരുത്താം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് കൂടി ഇടുന്നുണ്ട്.
ഇനി ഇത് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 2 വിസിൽ വരുത്താം. അപ്പോഴത്തേന് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേണം വിസിൽ വരുത്താൻ. വിസിൽ പോയി ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടിവകകളൊക്കെ വറുത്തിടാം. അപ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി പൊടിവകകളിടാം. അപ്പോൾ ഒരു പാനിനകത്തോട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കൂടെ ഉലുവ കൂടി ഇടാം. ഇതെല്ലാം ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിത് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് തിള വരുത്താം. ഇവിടെ ഞാൻ സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ പ്ലെയിൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് കടുക് വറുത്തിടാം. സാമ്പാറിന് വേണ്ടിയിട്ട് കടുക് വറുക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉള്ളിയും വറ്റൽമുളകും പിന്നെ കറിവേപ്പില കൂടി ഇടാം. ഈ സാമ്പാറിൽ ഞാൻ കുറച്ച് ജീരകം കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കായത്തിൻ്റെ. ഇതിൻ്റെ ചെറിയ പൊടിയായിട്ടുള്ള കായമാണ്. ഇനി കറിവേപ്പില കൂടി ഇട്ട് കുറച്ച് മല്ലിയില കൂടി ഇടണം. അതിനുശേഷം ഇത് നമുക്ക് സാമ്പാറിനകത്തോട്ട് ഒഴിക്കാം. മല്ലിയില കൂടി അരിഞ്ഞിടുകയാണ്. ഇനി നമുക്ക് ഈ കടുക് താളിച്ചതെടുത്ത് സാമ്പാറിൽ ഒഴിച്ചിട്ട് സാമ്പാർ ഒന്ന് അടച്ച് വെക്കാം. കടുക് വറുത്തത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു അവിയൽ വെക്കാം. കുക്കറിലാണ് അവിയൽ വെക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. മുളക് പൊടി ഇവിടെ ഓപ്ഷണലാണ്. പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള എരി കൂടി കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. അപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോവില്ല. എന്നിട്ട് ഇത് ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കണം. ഇപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതൊരു വിസിൽ വന്ന് കഴിയുമ്പോൾ തന്നെ തുറന്ന് നോക്കണം, അല്ലെങ്കിൽ പച്ചക്കറിയെല്ലാം കുഴഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ചതച്ച അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ അവിയൽ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. അതായിട്ട് സദ്യ പരിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ചെറുപയർ വറുത്തെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ വറുത്തെടുക്കാം. പരിപ്പ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് പിളർന്നെടുക്കാം. അപ്പോൾ ഒരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് ഇത് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി ഇടുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഈ പയർ വേവുന്നത് വരെ നന്നായിട്ട് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് ഞാൻ പരിപ്പിനുള്ള തേങ്ങയ്ക്ക് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്, ഈ വെന്ത പരിപ്പ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ പരിപ്പിന് വേണ്ടിയിട്ട് കടുക് വറുക്കുകയാണ്. ഈ കടുക് വറുത്തതെടുത്ത് നമുക്ക് പരിപ്പിലോട്ട് ഒഴിച്ചിട്ട്
ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. അപ്പോൾ പരിപ്പ് കറി കൂടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചടി വെക്കുന്നതിലോട്ട് നോക്കാം. വെള്ളരിക്ക പച്ചടിയാണ് വെക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക പച്ചടി വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കാളന് വേണ്ടിയിട്ടുള്ള ഏത്തപ്പഴം കൂടി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലോട്ട് ഏത്തപ്പഴം അരിഞ്ഞത് കൂടി വെച്ച് ഒന്ന് വിസിൽ വരുത്തുകയാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള മുളകും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ഉപ്പിടാൻ മറന്ന് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു 2 വിസിൽ വരുത്താം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തുറന്നു എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചടിയുടെ അരപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിനുശേഷം ഇപ്പോൾ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുത്തു ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. തിളപ്പിക്കുന്നില്ല. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്തിടാം. അപ്പോൾ ഇപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കടുക് വറുക്കുകയാണ്. അപ്പോൾ പച്ചടിയുടെ കടുക് വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമുക്ക് പച്ചടിയിലോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. അടുത്തതിന് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു കാളനാണ്. അപ്പോൾ ഇതൊന്നും കൂടി ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഇത് വെന്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പരക്കുകയാണ്. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് തൈര് കൂടി ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇപ്പോൾ അരച്ച അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്ന് ചൂടായിക്കോട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത് ഇത്തിരി ലൂസ് കറി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിനാവശ്യമുള്ള കടുക് കൂടി വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാളന് കടുക് വറുത്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കാളന് റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ചോറ് ഇടുകയാണ്. കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള അരി കുതിർത്ത് വയ്ക്കാം. അരിപ്പായസമാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും അരി കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണ്. ഇവിടെ ഞാൻ കുക്കറിലാണ് പായസം വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അരി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിലോട്ട് അരിയും പാലും കൂടെ ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടതിന് ശേഷം നമുക്കിത് സിമ്മിൽ വെക്കാം. വിസിൽ വരാതെ നോക്കണം. വേവുന്ന സമയം കൊണ്ട് ഞാനിനി ഒരു മസാല കൂട്ടുകറി വെക്കുകയാണ്. അപ്പോൾ കുക്കറിലോട്ട് ഈ ചെറിയ ചക്ക അരിഞ്ഞതും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എല്ലാ മസാലക്കൂട്ടുകളും ഇവിടെ തന്നെ ചേർക്കുകയാണ്. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു വിസിൽ വരുത്തിയെടുക്കാം. കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർക്കണം. ഇപ്പം നന്നായി എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വിസിൽ വരുത്തിയെടുക്കാം. അപ്പോൾ ഒരു 2 വിസിലിൽ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അത്രയും തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കടുക് വറുത്തിടുകയാണ്. അടുത്ത ലാസ്റ്റായിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്തു. അതിനുശേഷം തോരൻ്റെ അരപ്പ് കൂട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ
കായ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കാത്തോരനാണ് വെക്കുന്നത്. അപ്പോൾ കാത്തോരൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സിമ്മിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ സദ്യ വിളമ്പുകയാണ്. അപ്പോൾ പച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ നമ്മുടെ ഓലൻ. ഇനി നമുക്ക് ചോറ് വിളമ്പാം. പരിപ്പ് കറി, ഉപ്പേരി, പഴം, പപ്പടം, പായസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.